ആറ്റുനോറ്റ് കിട്ടിയ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം മണ്ടത്തരം കൊണ്ട് ബി.ജെ.പിക്ക് പോകുമോ? എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം തുലാസിലാണ്. ഹൈക്കോടതിയിൽ കേസ് നടക്കുകയാണ് 20 ബി.ജെ.പി കൗൺസിലർമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട്. അങ്ങനെ 20 ബി.ജെ.പി കൗൺസിലർമാരെ അയോഗ്യരാക്കിയാൽ ഇപ്പോഴുള്ള 50 സീറ്റ് 30 മാറും. 6 മാസത്തിനുള്ളിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. ഇവർ കാണിച്ച മണ്ടത്തരം ചില്ലറയല്ല. ദൈവനാമത്തിൽ ആർക്കും സത്യപ്രതിജ്ഞ ചൊല്ലാം. പക്ഷേ ഓരോരോ ദൈവത്തിൻ്റെ പേര് പറഞ്ഞും ബലിദാനികളുടെ പേര് പറഞ്ഞുമാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത്. അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല. ശ്രീകണ്ഠേശ്വരൻ്റെയും ശ്രീപത്മനാഭൻ്റെയും ആറ്റുകാലമ്മയുടെയും പഴഞ്ചിറ അമ്മയുടെയും ഒക്കെ പേര് പറഞ്ഞാണ് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതിനെതിരെ LDFിൻ്റെ പാർലമെൻ്ററി പാർട്ടി നേതാവ് SP ദീപക്കാണ് ഹൈക്കോടതിയിൽ പരാതി ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതോടെ 20 കൗൺസിലർമാരുടെ സ്ഥിതി തുലാസിലാണ്. മാത്രമല്ല BJP ഭരണം ടോപ്പ് ഗിയറിൽ ആയിട്ടുമില്ല. നരേന്ദ്രമോദിയെ വരുമെന്ന് പറഞ്ഞ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തി. പക്ഷേ രാജീവ് ചന്ദ്രശേഖറും BV രാജേഷും പറഞ്ഞതുപോലെ വികസന രേഖ പ്രഖ്യാപിച്ചില്ല. 4 ട്രെയിനുകൾക്ക് പച്ചക്കൊടി കാണിച്ച് മോദി അങ്ങ് പോയി. മാത്രമല്ല BJPയിൽ അതൃപ്തി പുകയുകയാണ്. ശ്രീലേഖ IPS തൻ്റെ അതൃപ്തി തുറന്നു തന്നെ കാട്ടി. മോദി ഇരുന്ന വേദിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ശ്രീലേഖ IPSനെ ചാനലുകൾ കാണിച്ചു. ശ്രീലേഖ IPS ആപ്പിലായിരിക്കുകയാണ്. അവരെ മേയറാക്കാമെന്ന് പറഞ്ഞാണ് ചുമ്മാതിരുന്ന ശ്രീലേഖ IPSനെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത്. ഇപ്പോൾ വെറും കൗൺസിലറായി ഇരിക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു. അതിലെ അസംതൃപ്തി അവർക്കുണ്ട്. വട്ടിയൂർക്കാവ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ വട്ടിയൂർക്കാവിലും സീറ്റില്ല. വേണമെങ്കിൽ നെടുമങ്ങാട് കൊടുക്കാമെന്ന് പറഞ്ഞു. നെടുമങ്ങാട് ശ്രീലേഖ പോയി നിന്നിട്ട് നാണം കെട്ട് തിരിച്ചു വരും. അതുകൊണ്ട് അവർക്കത് താല്പര്യവുമില്ല. BV രാജേഷാണ് തിരുവനന്തപുരത്തിൻ്റെ മേയർ. BV രാജേഷ് BJPയിൽ എപ്പോഴും ഒരു കോക്കസിൻ്റെ പിണിയാളാണ്. K സുരേന്ദ്രനും B മുരളീധരനും നയിക്കുന്ന കോക്കസിൻ്റെ തലവനാണ് BV രാജേഷ്. BV രാജേഷ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് BJPക്ക് വേണ്ടി. ABVP നേതാവായിരുന്നപ്പോൾ നിരവധി സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അർഹിക്കുന്ന സ്ഥാനം തന്നെയാണ് BV രാജേഷിന് ലഭിച്ചത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ BJPയിലെ അവസ്ഥ ഇപ്പോൾ വല്ലാത്തൊരു സ്ഥിതിഗതിയിലേക്ക് പോകുകയാണ്. തിരുവനന്തപുരം പിടിച്ചാൽ കേരളം പിടിച്ചു കഴിഞ്ഞു, തിരുവനന്തപുരം പിടിച്ചപ്പോൾ കേരളം പിടിച്ചു കഴിഞ്ഞു എന്ന രീതിയിലാണ് BJP ഇടപെട്ടത്. BJPയുടെ ആഹ്ലാദം ഗുജറാത്തിൽ സംഭവിച്ചതുപോലെ ഒരു കോർപ്പറേഷൻ ഗുജറാത്ത് പിടിച്ചെടുത്തതുപോലെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് കേരളം പിടിച്ചെടുക്കാം എന്നൊക്കെയായിരുന്നു BJPയുടെ സ്വപ്നം. തിരുവനന്തപുരത്ത് 4 സീറ്റുകളാണ് BJP പ്രതീക്ഷിക്കുന്നത്. നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ആറ്റിങ്ങൽ. ഇതിൽ നേമം ഒഴികെയുള്ള സീറ്റുകളുടെ കാര്യം വലിയ പ്രശ്നത്തിലാണ്. കഴക്കൂട്ടത്തും വട്ടിയൂർക്കാവും ആറ്റിങ്ങലും LDFും UDFും തമ്മിലുള്ള ഇതിൽ കഴക്കൂട്ടത്ത് LDFും BJPയും തമ്മിലായിരിക്കും പ്രധാന ഏറ്റുമുട്ടൽ. പക്ഷേ വട്ടിയൂർക്കാവും ആറ്റിങ്ങലും LDFും UDFും തമ്മിലാകും പ്രധാന ഏറ്റുമുട്ടൽ. വട്ടിയൂർക്കാവ് മത്സരിക്കുന്നത് K മുരളീധരനാണ്. CPMന് വേണ്ടി BK പ്രശാന്തും. ഈ സ്ഥിതിയിൽ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോവുകയാണ്. 20 കൗൺസിലർമാരെ ഹൈക്കോടതി അയോഗ്യരാക്കി കഴിഞ്ഞാൽ BJP ഭരണം അതോടെ തീരും. വലിയ അബദ്ധമാണ് BJP കാണിച്ചത്. കൗൺസിലർമാർക്ക്
സത്യപ്രതിജ്ഞയെപ്പറ്റി ക്ലാസ് കൊടുക്കാൻ അല്ലെങ്കിൽ സത്യപ്രതിജ്ഞയെപ്പറ്റി അവബോധം നൽകാൻ BJP തയ്യാറായില്ല. അതിനവർ ശ്രമിച്ചതുമില്ല. വിജയത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നു BJPയുടെ അവസ്ഥ. ഇപ്പോൾ ആ ആഹ്ലാദമൊക്കെ പോകുന്ന സ്ഥിതിയിലാണ്. മോദി വന്നിട്ടും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. വികസന രേഖ പ്രഖ്യാപിച്ചില്ല, മറ്റൊന്നും പറഞ്ഞതുമില്ല. ഇടതുപക്ഷത്തെ കടന്നാക്രമിച്ചിട്ട് മോദി വന്നപാടെ തിരിച്ചുപോയി. എന്തായാലും തിരുവനന്തപുരം ഭരണം തുലാസിലാകുമോ? കാത്തിരുന്നു കാണാം.